ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ദൈവാനുഗ്രഹവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം കഴിഞ്ഞു. അയോധ്യാകാന്ഡമാണ് ഇന്ന് വായിക്കാനുള്ളത്. ഇന്ന് 5-ാമത്തെ ദിവസമാണ്, കർക്കിടകം 5. നമുക്ക് ആദ്യത്തെ സ്തുതിപ്പ് വായിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അയോധ്യാകാന്ഡം. താർമകൾക്ക് അൻപുള്ള തത്തേ വരികടോ, താമസശീലം അകറ്റേണം ആശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കം എല്ലാം അകലും പല ജാതിയും സങ്കടം ഏതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ, ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പുക്ക്. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്ന് എതിരേറ്റൊരു പൗരജനത്തോടും ചെന്ന് മഹാരാജധാനി അകമ്പുക്ക്. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രസുത ഗണഭൂഷണ ഭൂഷിതൻ. ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥ അമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ. നാരദ സേവ്യൻ നളിനാസനപ്രിയൻ നരകാരാതി നളിന ശരഗുരു നാഥൻ നരസഖൻ നാനാ ജഗന്മയൻ. നാദവിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളികരമ്യവദനൻ നരകാരി നാളിക ബാന്ധവ വംശ സമുദ്ഭവൻ. ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസ വംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ. ഭക്തജനോത്തമ ഭുക്തി മുക്തിപ്രദൻ സക്തി വിമുക്തൻ വിമുക്ത ഹൃദയസ്ഥിതൻ. വ്യക്തൻ അവ്യക്തൻ അനന്തനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ. നക്തഞ്ചരേശ്വരനായ ദശാസ്യന്
മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥ നാശനൻ സുന്ദരി. കേട്ടുകൊള്ളുകെന്ന് അരുളി ചെയ്തു. എങ്കിൽ ഒരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്കജ നാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ട് അന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദല ശ്യാമള വിഗ്രഹൻ നീലോൽപലദലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ട് പത്നിയാൽ ബീജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേ ലസന്മാലേയ പങ്കം അലങ്കരിച്ച് അങ്ങനെ ബാല അർക്ക സന്നിഭ കൗസ്തുഭ കന്ധരൻ പ്രാലേയ ഭാനു സമാന ആനനയാ സമം ലീലയാ താമ്പൂല സർവണാദൈ അതിവേലം വിനോദിച്ചിരുന്ന് അരുളുന്നേരം ബാല അർക്ക സന്നിഭ കൗസ്തുഭ കന്ധരൻ പ്രാലയ ഭാനുസമ ആനനയാ സമം. അതായത് അർക്കൻ്റെ സൂര്യൻ്റെ സമം പോലെ മുഖം ആനനം, ആനനയാ സമം മുഖം പോലെ ആനനം മുഖം. പ്രാലയ ഭാനു അർക്കൻ്റെ അർക്കന് തുല്യമുള്ള മുഖത്തോടു കൂടിയവൻ. അങ്ങനെ ലീലയാ താമ്പൂല സർവണാദൈ അതിവേലം വിനോദിച്ചിരുന്ന് അരുളുന്നേരം സന്തോഷമായിട്ട് ശ്രീരാമനും സീതയായിട്ട് ഇങ്ങനെ ഇരുന്ന് സന്തോഷിച്ചിരുന്ന് താമ്പൂലൊക്കെ മുറുക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ആര് വരുന്നു? നാരദ മഹാമുനി. നാരദ രാഘവ സംവാദം. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുക്ത ശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരം അമ്പരത്തിങ്കിൽ നിന്ന് ആദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ട് എഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാശമനീയാർഘ്യ പൂർവക ആദ്യേന പൂജിതനായൊരു നാരദൻ തൻ നിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. മന്ദം മുനിവരൻ തന്നോട് അരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം. നാനാ വിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാൺമാൻ അവകാശവും വന്നിതു പുണ്ടരീകോത്ഭവ പുത്ര മഹാമുനി. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ച് എഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ട് അരുൾ ചെയ്യുകയും വേണം. മന്ദൻ എന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. ഇത്തം ആകർണ്യ രഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസം അരുൾ ചെയ്തു. എന്തിനെന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായ അതിചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നത് ഇങ്ങനെ. മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ.
യോഗീശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നത് സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായ ഭഗവതി, സർവജഗൽ പിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതോ നിർണയം. ഈരേഴുലകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും. ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാ അചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞത് സംസാരി എന്നതും. ഇക്കണ്ട ലോകബന്ധുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്ത അസിത വർണ്ണഭേദം പൂണ്ട് സത്വരജസ്തമോ നാമഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്ര അർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീ ഉമാദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതു ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭ ജാനകി. ശീതകിരണൻ നീ രോഹിണി ജാനകി. ആദിതേയാധിപൻ നീ ശശി ജാനകി. ജാതവേദസു നീ സ്വാഹ മഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. യശോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത. രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവരകുമാര രഘുപതേ. രാജീവലോചന രാമാദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സുദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽ സർവവും ഏവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും. നിങ്ങൾ ഇരുവരും എന്നിയേ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവ്യാകൃതമായതും. പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്തത്വം എന്നതതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ട്. നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നിതും. ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു അന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ. നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നിതൊക്കെ ഓർക്കും വിധവു. കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കിൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ.
തൊൽകഥാനാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തൊൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. ഭക്തി മുഴുത്ത് തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ല ഒരു സംശയം. ഭൃത്യന്മാരിൽ ഏകനെന്നൽപജ്ഞനാം എന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കേണമേ. തൊന്നാഭി പങ്കജത്തിങ്കിൽ നിന്ന് ഏകദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച് എന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാന് ദശരഥൻ രാജ്യ രക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്ന ഒരുമ്പെട്ടിരിക്കുന്നിതു നീയും അതിന് അനുകൂലമായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോട് സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ട് അതിനുത്തരമായി അരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകാതുമൂലം. കാലവിളംബനം എന്തിനെന്നല്ലീ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ. കാല അവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതെല്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസം എന്നാരും അറിയാതിരിക്കയുമല്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ 14 സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്ന് മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുധാന അന്വയനാശം വരുത്തുവൻ. സത്യം ഇതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദൻ അന്നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിന് ഇല്ല സംശയം. ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷം അകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമ അഭിഷേകാരംഭം. എങ്കിലോ രാജ ദശരഥൻ ഏകദാ സങ്കലിത ആനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നത് എപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാജകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചത് ഇപ്പോഴതങ്ങനെ എങ്കിൽ അത് ഉൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം. ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടില്ലയോ. വന്നീല മാതുലനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്ന മുഹൂർത്തം അടുത്ത ദിനം തന്നെ
പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബത സംഭരിച്ചിടണം. രാമനോടും നിൻ തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക, ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ഒരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി, നാളിക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രനും അന്നേരം നന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തൊന്നു വേണ്ടുന്നതെന്ന് അരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോട് യുദ്ധം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം 4 കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണി. ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലേജവർണ്ണങ്ങൾ കൊണ്ട് വായ് കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക 3 ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിക നിൽക്ക കുശപാണികളായി സഭാന്തികെ. നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാങ്കണി നിന്നു മനോഹരം. ഹസ്ത്യ അശ്വപത്തി രഥാദി മഹാബലം വസ്ത്രാദ്യ അലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവ അഭിഷേകാർത്ഥമായി. യുദ്ധം സുമന്ത്രരെയും നിയോഗിച്ച് അതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസുരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. സന്തോഷണ സംപ്രാപ്യ സാദരം നിന്നതു നേരം അറിഞ്ഞു രഘുവരൻ. ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്തിയ രഘുത്തമൻ. പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണാ തൃക്കാൽ കഴുകി പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു. വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചു അരുളി ചെയ്തു. പുണ്യവാനായേ നടിയൻ അതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നിർവാത്മജ. തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നും ഇന്നടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലം അത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടന ശ്രീപദേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായാ മനുഷ്യനായ ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭു. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷ്വഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്ര വാഹകനായ നീ
ശുദ്ധസത്വാത്മകമായൊരു വിഗ്രഹം കൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായ പൃഥ്വീതലേ യോഗമായയാ ജാതനാം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ധാതാവ് താൻ അരുൾ ചെയ്കയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്ന് അപേക്ഷിക്കുന്നതുണ്ടോ ഞാൻ ഇനിയും. യോഗേശാദേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായമാം ആചാര്യ നിഷ്കൃതകാമൻ ഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിയായമേ തൊൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോളിതം അപ്രവക്തവ്യം മയാ രാമകുത്രജിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ അഭിഷേകം അടുത്ത നാളെന്നത് കണ്ടു ചൊൽവാനായി ഉഴറി വന്നേനകം. വൈദേഹിയോട് ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്കാൻ ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നീടുഷസിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതൻ എനിക്ക് അഭിഷേകം ഇളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്ത മാത്രം ഞാൻ അതിനൊരു കർത്താവും നീ രാജ്യഭോക്താവും നീയത്രേ. വത്സാ മമത്വം ബഹി പ്രാണനായകായി ഉത്സവത്തിന് പോപ്പിട്ടുകൊള്ളുകാശു നീ. വത്സാമമത്വം ബഹി പ്രാണനായകയാൽ ഉത്സവത്തിന് കോപ്പിട്ടുകൊള്ളുകാശു നീ. വത്സാമമത്വം ബഹി പ്രാണനാകയാൽ, അതായത് ശ്രീരാമന്റെ പ്രാണനാണ് ലക്ഷ്മണൻ. അതുകൊണ്ട് ഞാനൊരു നിമിത്തമാണ്, നീയാണ് ഇതിൻ്റെ കർത്താവും രാജ്യഭോക്താവും നീതാണ്, ലക്ഷ്മണനാണ്. ഞാൻ നിന്റെ പ്രാണനാണ്, നീ എൻ്റെ പ്രാണനാണ്. മമത്വം വത്സ കുട്ടി, മമത്വം ബഹി പ്രാണനാകയാൽ എൻ്റെ പ്രാണനാണ് നീ ലക്ഷ്മണൻ. അതുകൊണ്ട് ഉത്സവത്തിന് കോപ്പിട്ടുകൊള്ളുകാശു നീ. നിനക്കാണ് ഇതെല്ലാം, ഞാൻ നിമിത്തമായി നിൽക്കുന്നതേ ഉള്ളൂ. നീയാണ് നിന്റെ കർത്താവും ഇതിൻ്റെ ഭോക്താവും നീ, അല്ല ഞാനല്ല എന്ന് ശ്രീരാമനല്ല. അഭിഷേകം എൻ്റെ പേർക്കാണെങ്കിൽ തന്നെ നീ തന്നെയാണ് ഇതിൻ്റെ എല്ലാം അനുഭവം എടുക്കേണ്ടേ. ഇതാണ് പറയുന്നത്. തത്ര നിമിത്ത മാത്രം ഞാൻ ഇതിനൊരു കർത്താവ് നീ രാജ്യഭോക്താവ് നീ അത്രേ. ഇതിനൊരു കർത്താവ് നിൽക്കുന്നതേ ഉള്ളൂ, നീയാണ് ഇതിൻ്റെ കാര്യകാരണം നോക്കേണ്ട ആള്. വത്സ, സ്നേഹത്തോടെ വിളിക്കുന്നത് വത്സ കുട്ടി. മമത്വം ഞാൻ ബഹി പ്രാണനാകയാൽ നിന്റെ പ്രാണൻ, നീ എൻ്റെ പ്രാണനാകയാൽ ഉത്സവത്തിന് ഈ അഭിഷേകത്തിന് കോപ്പിട്ടുകൊള്ളുക ആശു. നീ അതിന് വേണ്ട ഒരുക്കങ്ങളും ചെയ്യൂ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. നമ്മൾ രണ്ടും സമമാണ്, മത്സരിപ്പാനില്ല അതിന് നമ്മോടാരും. വേറെ രണ്ട് ശത്രുഘ്നനും ഭരതനൊക്കെ ഉണ്ട്, എങ്കിലും ഇതിന് മത്സരിപ്പാൻ ഇവിടെ ആരും തന്നെ ഇല്ല. നമ്മൾ രണ്ടുപേരും തന്നെയാണ് സമനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. നീയാണ് ഇതിൻ്റെ എല്ലാ കാരണങ്ങളും ഏൽക്കേണ്ടത്, എൻ്റെ ഭോക്താവ് നീയാണ്. ഇത്തരം ഓരോ നാരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനൻ തന്നോട് ദശരഥൻ ആനന്ദപൂർവകം രാജീവ നേത്ര അഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലയാമൊരു ബാല്യവും നൽകിനാൾ. കൗസല്യയും തനയാ അഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്തിയാ വണങ്ങി വ്യാണിയിടിനാൾ. ഒരു കൗസല്യോടും സുമിത്രയോടും ഒരു പുമാൻ, ഒരു പുരുഷനാ ചെന്ന് പറഞ്ഞത്. അവരല്ലാതെ അറിഞ്ഞില്ല അഭിഷേകമാണെന്ന്. കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോട് അറിയിച്ചാൻ ഒരു പുമാൻ.
ലക്ഷ്മണനോട് ഭഗവാൻ ശ്രീരാമൻ തന്നെ രഹസ്യമായിട്ട് പറഞ്ഞു. സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായ ഒരു മാല്യവും നൽകിനാൾ. ഒരു മാല കേട്ടപ്പോൾ തന്നെ കൊടുത്തു പറഞ്ഞ ആളിനടുത്ത്. കൗസല്യയും തനയ അഭ്യുദയാർത്ഥമായ മകന്റെ ഈ അഭ്യുദയത്തിന് വേണ്ടി, ഈ ഉന്നമനത്തിന് വേണ്ടി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ. സന്തോഷം ഇങ്ങനെ കേട്ടപ്പോൾ കൗസല്യമ്മയ്ക്ക് സന്തോഷമായി. പറഞ്ഞ ആളിന് തന്നെ ഒരു മാല്യവും കൊടുത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്ന മകന്റെ ഉന്നമനത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി. കൗസല്യയും തനയ മകന്റെ അഭ്യുദയാർത്ഥം, അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്തിയാ വണങ്ങി വാണിടിനാൾ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പഠിക്കുന്നത് അതിനാണ്. പക്ഷെ ഇതൊന്ന് അർത്ഥമൊക്കെ ഞാൻ നേരത്തെ ഇത് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 5ാമത്തെ ദിവസമായിരുന്നു. ഇനി നാളത്തേക്കുള്ളതായി ഇന്ന് കിടക്കുന്നത്. ഇത്രേ ഇന്നത്തേക്കുള്ളൂ. ഇതിനകത്ത് തന്നെ എൻ്റെ ഇപ്പം തന്ന ഒരു കുട്ടിയെ തന്നതായി പുസ്തകം ഇതിൽ തന്നെ ഉണ്ട്. ഇന്ന ദിവസം ഇന്നവരെ വായിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ പാടില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.